നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. സജി മഞ്ഞക്കടമ്പിൽ BJP-യിലേക്കോ അതോ LDF-ലേക്കോ? കഴിഞ്ഞ ദിവസം UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കോൺഗ്രസ് നീക്കം ഇനി നടക്കില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് ഇല്ലെന്ന് മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കി. തന്നെ പ്രകീർത്തിച്ച ജോസ് കെ മാണിയോട് നന്ദിയുണ്ടെന്ന നിലപാടാണ് മഞ്ഞക്കടമ്പിൽ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് മഞ്ഞക്കടമ്പിൽ തിരിച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ്. അതേസമയം BJP പാളയത്തിലേക്ക് ചേരാൻ ക്ഷണം ലഭിച്ചെന്നും സജി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കോട്ടയം മണ്ഡലത്തിൽ UDF-നായി ഫ്രാൻസിസ് ജോർജും LDF-നായി തോമസ് ചാഴിക്കാടനും BDJ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളിയുമാണ് മത്സരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇതുപോലൊരു കൂറുമാറ്റം സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ UDF-നാകും അത് ക്ഷീണമാകുന്നത്. എന്തെന്നാൽ BJP-യിൽ നിന്നും കേരള കോൺഗ്രസ് M-ൽ നിന്നും സജിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സജിക്ക് താല്പര്യമുണ്ടായിരുന്നു. സജി മഞ്ഞക്കടമ്പിലിന്റെ നീക്കം ജയസാധ്യത കൂടുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ UDF ജില്ലാ ചെയർമാന്റെ രാജി ഇടതുപക്ഷം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതും. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കോൺഗ്രസ് നേതാക്കൾ BJP-യിൽ ചേരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടും നേതാക്കളെ വിലക്കെടുക്കാനുള്ള പണവും സ്വാധീനവും BJP-ക്ക് കൂടുതലായതുകൊണ്ടും സജി മഞ്ഞക്കടമ്പിൽ BJP-യിലേക്ക് ചേരുമോ എന്നത് ഇതുവരെ നിർണ്ണയിക്കാനായിട്ടില്ല. അങ്ങനെ BJP-യിലേക്കാണ് സജി നീങ്ങുന്നതെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് കുറച്ച് വോട്ട് കൂടുതൽ ലഭിക്കും. അതും UDF-ന് കനത്ത തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ അനുനയ നീക്കത്തോട് സജി അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. മുന്നണിയുടെ ജില്ലാ ചെയർമാന്റെ രാജിയിൽ നടുങ്ങിപ്പോയ കോൺഗ്രസ് പ്രശ്നം തീർക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങാൻ സജി തയ്യാറായിട്ടില്ല. അതേസമയം തുടർ നീക്കങ്ങളെ പറ്റി പരസ്യമായി പ്രതികരിക്കാനും സജി ഇതുവരെ തയ്യാറായിട്ടില്ല. സജിയെയും ഒപ്പമുള്ളവരെയും സ്വന്തം പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കം മാണി ഗ്രൂപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് KM മാണിയുടെ വിശ്വസ്തനായിരുന്നു സജി. ഇന്ന് KM മാണിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടുപോകുന്ന സജിയുടെ നാടകീയ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇനി നേതൃത്വം മാണി ഗ്രൂപ്പിലേക്ക് പോകാനാണോ ഒരുങ്ങുന്നതെന്ന് സൂചനയാണ് ഈ നൽകുന്നത്.